സ്പെറിക്കൽ അല്ല സൊല്യൂഷൻ ഫോർ സ്പിയർ ആയിരുന്നു. അതിനെയാണ് നമ്മളിത് പറയുന്നത് സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ വാല്യൂ നമുക്കൊന്ന് എഴുതാം. നമ്മൾ നേരത്തെ എഴുതിയത് തന്നെയാണ്. ആ വാല്യൂ നമുക്കൊന്നും കൂടി എഴുതാം. എന്താ? YLM theta phi is equal to YLM theta phi is equal to 2L plus 1 by 2 L minus M by L plus M raised to 1 by 2 PLM cos theta 1 by root 2 pi e raised to im phi. ഇതായിരുന്നു നമ്മുടെ സ്പെറിക്കൽ ഹാർമോണിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിൽ നിങ്ങൾ ഞാൻ പറയുന്നതിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുക. y00 തീറ്റ ഫൈ, അതായത് എല്ലിന്റെ വാല്യൂ 0 ആണ്, എമ്മിന്റെ വാല്യൂ 0 ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും ഇവിടുന്ന് കിട്ടുക? നിങ്ങളൊന്ന് ചെയ്ത് നോക്കിയേ. ഞാൻ ഓപ്പൺ ചെയ്യാം, നിങ്ങൾ ചെയ്ത് നോക്കണം കേട്ടോ. ഈ P00X ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ കണ്ടുപിടിക്കണം. എന്നാലാണ് നമുക്ക് P00X കിട്ടുള്ളൂ. അപ്പൊ ആദ്യം തന്നെ എന്ത് കണ്ടുപിടിക്കണം? P00X എന്താന്ന് കണ്ടുപിടിക്കണം. ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എടുത്തതുപോലെ അസോസിയേറ്റഡ് ലെജൻഡർ പോളിനോമിയൽ വെച്ചിട്ട് ഈ വാല്യൂ എന്താന്ന് ആദ്യം കണ്ടുപിടിക്കാം. അത് കണ്ടുപിടിച്ച ആദ്യം P00X എന്താണ് അത് കണ്ടുപിടിക്കാം. കണ്ടുപിടിച്ച് ചെയ്യുന്നവർക്ക് വാല്യൂ പറയാം കേട്ടോ. P00Xന്റെ വാല്യൂ വൺ ആണോ മിസ്? എത്രയാ? 1 ആണോ? 1 ആണ്, കറക്റ്റ് ആണ്. 1. ഇനി ഇതിന്റെ വാല്യൂ എത്രയാണ് കണ്ടുപിടിച്ച? എന്നിന്റെ വാല്യൂ n. എത്ര കിട്ടിയേ? n ഇതെത്ര കിട്ടിയേ?
1/√2 ആണോ? 1/√2 ഇൻറ്റു P00x നമ്മൾ കണ്ടുപിടിച്ചു 1. ഇവിടെ 1/√2π ഉണ്ട്. ഇനി e⁻i⁵0 അതായത് e⁻0ന്റെ വാല്യൂ എത്രയാ 1. അപ്പൊ നമുക്ക് കിട്ടുന്നത് എത്രയാ 1/√4π. y00 of theta phi is equal to 1/√4π. ഇനി ഇതേപോലെ തന്നെ നമ്മൾ y10 ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ സമയം കിട്ടുകയാണെങ്കിൽ ചെയ്ത് നോക്കാം. y10 ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന ആൻസർ ആണ് √3/4π cos theta. √3/4π cos theta. ഇനി എന്തിനു വേണ്ടിയാ നമ്മൾ ഇത് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ പറഞ്ഞു പാർട്ടിക്കിൾ ഓൺ എ റിംഗ് പഠിച്ചപ്പോ ഇമാജിനറി ഫംഗ്ഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, അതിനെ റിയൽ ഫംഗ്ഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്തത്. അപ്പോ ഒരു സ്ഫിയറിന്റെ മുകളില് നമ്മൾ ഗ്രാഫ് പ്ലോട്ട് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് പോളാർ ഡയഗ്രാം എന്ന് പറയുന്നത്. അപ്പൊ 1 വെയിറ്റേജിൽ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്താണ് പോളാർ ഡയഗ്രാംസ് എന്ന് പറഞ്ഞു. പോളാർ ഡയഗ്രാംസ് ഞാൻ നോട്ട് പിന്നെ പറഞ്ഞു തരാം ക്ലാസ് എടുത്തതിന് ശേഷം. ആദ്യം ഞാൻ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. എന്താണ് പോളാർ ഡയഗ്രാം എന്ന് പറഞ്ഞു. ഇപ്പൊ നമ്മൾ പറഞ്ഞു y00 നമുക്ക് കിട്ടിയത് 1/√4π ആണ്. y10 √3/4π cos theta ആണ് വാല്യൂ കിട്ടിയത്. ഒരു സ്പിയറിന്റെ സർഫസില് നമ്മൾ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണ് പോളാർ ഗ്രാഫ് എന്ന് പറയുന്നത്. അതായത് സ്പെറിക്കൽ ഹാർമോണിക്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ കിട്ടിയത്, y00യും y10യും. ഈ ഫംഗ്ഷൻ ഒരു സ്പിയറിന്റെ സർഫസുമ നമ്മൾ പ്ലോട്ട് ചെയ്യാന്ന് വിചാരിക്കും. അപ്പൊ റിസൾട്ട് ചെയ്യുന്ന ഗ്രാഫിനെ പറയുന്ന പേരാണ് പോളാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് പോളാർ ഡയഗ്രാം ഇരിക്കുക എന്നുള്ളത്. ഈ y00 എടുക്കുകയാണെങ്കിൽ y00 = 1/√4π. ഇത് ഒരു സർഫസില്, സ്പിയറിന്റെ സർഫസിൽ വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഗ്രാഫ് എന്ന് പറയുന്നത് ഇതേപോലെ ആയിരിക്കും. അതായത് നോഡൽ പ്ലെയിൻ ഒന്നും തന്നെയില്ല, എല്ലായിടത്തും എന്ത് തന്നെയായിരിക്കും വാല്യൂ, 1/√4π തന്നെയായിരിക്കും അതിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇതാണ് y00 എന്ന് പറയുന്ന ഫംഗ്ഷൻ ഒരു സ്പിയറിന്റെ സർഫസുമ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയഗ്രാം എന്ന് പറയുന്നത്. ഈ ഡയഗ്രത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പോളാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്. ഞാൻ നോട്ട് പിന്നെ പറഞ്ഞുതരാം. ഈ പിക്ചർ മാത്രം നിങ്ങൾ ഇപ്പൊ വരച്ചെടുക്കാം. ഇനി ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുക റിയൽ ഫംഗ്ഷൻ മാത്രമാണ് യൂസ് ചെയ്യുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, പാർട്ടിക്കിൾ ഓൺ എ റിംഗ് പഠിച്ചപ്പോ ഇമാജിനറി ഫംഗ്ഷന് റിയൽ ഫംഗ്ഷൻ. അപ്പൊ റിയൽ ഫംഗ്ഷൻ വെച്ച് മാത്രമേ നമുക്ക് പോളാർ ഡയഗ്രത്തിന് പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഇനി ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് എന്ത് റെപ്രസെന്റ് ചെയ്യുന്നത്, ഈ y10 എന്ന്, ഇവിടെ y00 എന്ന് പറയുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത്. The distance from origin to a point is YLM.
ഈ ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ് എന്ത് തരുന്നത്? സ്പെറിക്കൽ ഹാർമോണിക്സ് തരുന്നത്. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ ടു പോയിന്റ് ഗീവ്സ് YLM. ഇതുവരെ ക്ലിയർ ആയോ? ഇതുവരെ ക്ലിയർ ആയിട്ടുണ്ടോ? Yes. ഇത്രയും കാര്യം നമുക്ക് എഴുതാം. The graph obtained by graph obtained by plotting the function on the surface of a sphere are known as polar graphs. അടുത്ത പോയിന്റ് താഴോട്ട് ഡോട്ട് ഇട്ട് ചെയ്താട്ടോ. അപ്പൊ നിങ്ങൾക്ക് നന്നായി പെട്ടെന്ന് വായിക്കുമ്പോൾ മനസ്സിലാവും. യൂസ് ദ റിയൽ ഫംഗ്ഷൻ ഫോർ പ്ലോട്ടിംഗ്. അടുത്ത പോയിന്റ് distance from origin to the point gives YLM. ഇവിടെ y00 ആയിരിക്കും ഡിസ്റ്റൻസ്, ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് തരുന്നത്. ഇതുവരെ ക്ലിയർ ആയില്ലേ? Yes, miss. ഇനി ഓരോ ഫംഗ്ഷനും എന്തുണ്ടാവും? അതിൻ്റെതായിട്ടുള്ള ഒരു ഫൈനൈറ്റ് നമ്പർ ഓഫ് നോഡുകൾ ഉണ്ടാവും. നോഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? തീറ്റയുടെയും ഫൈയുടെയും വാല്യൂ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ കേസിൽ എന്താ? 1/√4π ആണ്. അവിടെ നോഡൽ പ്ലെയിൻ ഒന്നും തന്നെയില്ല, എല്ലാത്തിലും പ്ലോട്ട് ചെയ്യുന്നുണ്ട്. ചില സ്പെറിക്കൽ ഹാർമോണിക്സ് ഫംഗ്ഷൻ എടുക്കുമ്പോൾ അതിൽ എന്തുണ്ടാവും? നോഡൽ പ്ലെയിൻസ് ഉണ്ടാവും. നോഡൽ പ്ലെയിൻസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. നോഡ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. തീറ്റയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ എന്തായിരിക്കും? 0 ആയിരിക്കും. അത് മനസ്സിലാവാൻ നമുക്ക് രണ്ടാമത്തെ ഡയഗ്രാം വരയ്ക്കണം. അപ്പൊ ഞാൻ രണ്ടാമത്തെ ഡയഗ്രാം വരയ്ക്കാം. അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവും. നിങ്ങളൊരു സർക്കിള് പോലെ വരയ്ക്കണം കേട്ടോ. ഇതേപോലെ തന്നെ വരയ്ക്കണം. മുകളിലത്തെ ഒരു ഓവൽ ഷേപ്പിൽ ഇരിക്കണേ. നിങ്ങളതൊരു സർക്കിൾ ആക്കി വരയ്ക്കണേ. അതായത് നമ്മുടെ y10 എന്ന് പറയുന്ന വേവ് ഫംഗ്ഷൻ സ്ഫിയറിന്റെ സർഫസിൽ പ്ലോട്ട് ചെയ്യുമ്പോൾ
നമുക്ക് കിട്ടുന്നത് ഇതേപോലെ ആയിരിക്കും. ഏകദേശം ശരിയായി. ഇങ്ങനെയാണ് y10 കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ആയിട്ട് എന്തുണ്ട്, ഒരു നോഡൽ പ്ലെയിൻ ഉണ്ട്. ആ നോഡൽ പ്ലെയിനിലെ തീറ്റയുടെ വാല്യൂയും ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ആ നോഡിലെ തീറ്റയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഈ ഡയഗ്രാം വരച്ചോ നിങ്ങള്? ഇനി എഴുതിക്കോളൂ. Each of the function will have a finite number of nodes. Each of the function will have a finite number of nodes. That is the values of theta and phi. That is the values of theta and phi. That is the values of theta and phi where the function becomes 0. Where the function becomes 0. Where the function becomes 0. Each such set of values of each such sets of values of theta and phi will correspond to a plane passing through the sphere. Then അങ്ങനെയുള്ള തീറ്റയുടെയും ഫൈയുടെ വാല്യൂസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു പ്ലെയിൻ പാസ് ചെയ്യുന്നുണ്ടാവും. These planes are known as nodal planes. These planes are known as nodal planes. അതായത് ഫംഗ്ഷന്റെ വാല്യൂ 0 ആവണതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, നോഡ് എന്ന് പറയുന്നത്. അങ്ങനെ വരുന്ന പ്ലെയിനെ പറയുന്ന പേരാണ് നോഡൽ പ്ലെയിൻ. അതായത് ഈ ഒരു പൊസിഷനിൽ വരുമ്പോൾ ഈ രണ്ട് ഫംഗ്ഷന്റെ വാല്യൂ 0 ആണ്. അപ്പൊ ഇവിടെ ഒരു നോഡൽ പ്ലെയിൻ ക്രിയേറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇനി the number of nodal plane can be determined by quantum number L. The number of nodal plane determined by quantum number L. Quantum number M determine the orientation of nodal plane. Determine the orientation of nodal plane. ഒന്നുകൂടി ഞാൻ പറഞ്ഞു തരാം. പോളാർ ഡയഗ്രാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്പിയറിന്റെ സർഫസിൽ നമ്മൾ ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഡയഗ്രത്തിനെയാണ് പോളാർ ഡയഗ്രാം എന്ന് പറയുന്നത്. ഇനി അതിന് നമ്മൾ യൂസ് ചെയ്യുന്നത് റിയൽ ഫങ്ഷൻസ് ആയിരിക്കും. അപ്പൊ നമ്മൾ y00 വരച്ചു. അതിൽ നോട്ട്സുകൾ ഒന്നും തന്നെ ഇല്ല. നോട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, തീറ്റയുടെയും ഫൈയുടെയും ഒരു പർട്ടിക്കുലർ വാല്യൂവിനെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് വിച്ച് ഈസ് ഈക്വൽ ടു 0 അങ്ങനെ വരുന്ന പൊസിഷനെയാണ് നോഡ് എന്ന് പറയുന്നത്. ഇനി ആ പ്ലെയിന് പറയുന്ന പേരാണ് നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. നോഡുകള് നമുക്ക് എങ്ങനെ ഡിറ്റർമിൻ ചെയ്യാം, ക്വാണ്ടം നമ്പർ L യൂസ് ചെയ്ത് നോഡിന്റെ നമ്പർ ഡിറ്റർമിൻ ചെയ്യാം. ആ നോഡ്സിന്റെ ഓറിയന്റേഷൻ ഡിറ്റർമിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ M എന്ന് പറയുന്ന ക്വാണ്ടം നമ്പർ യൂസ് ചെയ്യുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ്.
ഇനി നമ്മൾ പറഞ്ഞു y00 എടുക്കുമ്പോൾ തീറ്റയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ ഏതായാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയായിരിക്കും 1/√4π തന്നെയാണ്. കാരണം അവിടെ തീറ്റേനെയോ ഫൈനെയോ ഒന്നും ഈ ഫംഗ്ഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പൊ തീറ്റയുടെ വാല്യൂ ഏതായാലും ഫൈയുടെ വാല്യൂ ഏതായാലും നമുക്ക് കിട്ടുന്ന ആൻസർ 1/√4π ആണ്, കോൺസ്റ്റന്റ് ആണ്. അതേസമയം ഇവിടെ നോക്കാം ഈ y10 അത് നോക്കുമ്പോൾ നോക്കിയേ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താ √3/4π കോസ് തീറ്റ ആണല്ലേ. നമുക്കറിയാം കോസ് തീറ്റ ഏറ്റവും ഹൈ വരുന്നത് എപ്പോഴാ കോസ് തീറ്റയുടെ വാല്യൂ ഏറ്റവും ഹൈ വരുന്നത് 1 ആണ് ഏറ്റവും ഹൈ വാല്യൂ വരിക. കോസ് തീറ്റ എപ്പോഴാ ഹൈ ആവുന്നത്? ഏതിലാ കോസ് തീറ്റ ഏറ്റവും ഹൈ വാല്യൂ വരിക? തീറ്റയുടെ വാല്യൂ എന്ത് വരുമ്പോഴാണ് നമുക്ക് 1 കിട്ടുക കോസ് ഫംഗ്ഷനില്? കോസ് 0 അല്ലേ 1? തീറ്റ ഈക്വൽ ടു 0 ആവുമ്പോഴാണ് ഇവിടെ നമുക്ക് എന്ത് കിട്ടുക? മാക്സിമം. അതായത് തീറ്റ ഈക്വൽ ടു 0ലാണ് നമുക്ക് മാക്സിമം ഈ കേസിൽ കിട്ടുന്നത്. ഇനി മിനിമം കിട്ടിയപ്പോഴാ കോസിന്റെ വാല്യൂ 0 ആവുമോ? കോസിന്റെ വാല്യൂ എപ്പോഴാ 0 ആവാ? തീറ്റയുടെ വാല്യൂ 90 ആവുമോ? കോസ് 90 ആണ് 0 നമുക്കറിയാം അല്ലെ, കോസ് 90. അപ്പൊ അതായത് തീറ്റയുടെ വാല്യൂ 90 ഡിഗ്രി ആവുമ്പോഴാണ് നമുക്ക് മിനിമം വാല്യൂ ഈ ഫംഗ്ഷന് കിട്ടുക. ഇനി ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ നെഗറ്റീവ് സൈഡിലോട്ട് പോയിട്ടുണ്ട്. എന്തുകൊണ്ടാണ് നെഗറ്റീവ് സൈഡിലോട്ട് പോകാനുള്ള കാരണം? നമുക്കറിയാം കോസ് 180യുടെ വാല്യൂ എത്രയാണ്? -1 ആണ്. അതുകൊണ്ടാണ് നെഗറ്റീവ് സൈഡിലോട്ടും ഈ പ്ലോട്ട് വായിരിക്കുന്നത്. അപ്പോ കോസ് തീറ്റയുടെ വാല്യൂ 0 ആയിരിക്കുമ്പോഴാണ് y10ക്ക് നമുക്ക് മാക്സിമം വാല്യൂ കിട്ടുക. അതെന്തുകൊണ്ടാ? കോസ് തീറ്റയില് 0യുടെ പൊസിഷനിൽ നമ്മള് തീറ്റയുടെ പൊസിഷനിൽ 0 കൊടുത്തു. അപ്പൊ അതിനാണ് ഹൈ വാല്യൂ. ഇനി കോസ് തീറ്റയുടെ വാല്യൂ 90 ആയിരിക്കുമ്പോഴാണ് നമുക്ക് മിനിമം കിട്ടുക. കാരണം കോസ് 90യുടെ വാല്യൂ നമുക്കറിയാം 0 ആണ്. ഇനി നെഗറ്റീവ് ഡിറക്ഷനിലോട്ട് ഈ പ്ലോട്ട് പോകാനുള്ള കാരണം എന്താണ്? തീറ്റയുടെ വാല്യൂ 180 ആവുമ്പോൾ കോസ് 180യുടെ വാല്യൂ എന്താണ്? -1 ആണ്. അതുകൊണ്ടാണ് ഇവിടെ നമുക്ക് പോസിറ്റീവ് ഡിറക്ഷനിലും നെഗറ്റീവ് ഡിറക്ഷനിലും പ്ലോട്ട് വന്നിരിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആയോ? ഞാൻ നോട്ട് പറയട്ടെ. യെസ് ക്ലിയർ ആയി മിസ്. The function y00 is a constant for all values of theta and phi. നമ്മൾ പറഞ്ഞു 1/√4π ആണ്. അത് തീറ്റയും ഫൈന് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് കോൺസ്റ്റന്റ് ആയിരിക്കും വാല്യൂ. തീറ്റയുടെ വാല്യൂ ഫൈയുടെ വാല്യൂ എന്തായാലും നമുക്ക് കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാ? 1/√4π തന്നെയാണ്. The function y00 is a constant for all values of theta and phi. Then the function y10 equal to √3/4π cos theta. The function y10 is equal to √3/4π cos theta has largest positive value when theta equal to 0. And gradually it decreases as theta increases. നമുക്കറിയാം ഇങ്ങനെയാണ് പ്ലോട്ട്. അപ്പൊ തീറ്റയുടെ വാല്യൂ 0 പറഞ്ഞപ്പോൾ മാക്സിമം വന്നു. തീറ്റ ഇൻക്രീസ് ചെയ്ത് സംഭവിക്കും? ഡിക്രീസ് ചെയ്ത് വരും അല്ലെ. അതാണ് പറഞ്ഞത്. ഗ്രാജുവലി ഇറ്റ് ഡിക്രീസസ് ആസ് തീറ്റ ഇൻക്രീസസ്. It becomes 0 when theta equal to 90 degree. It becomes 0 when theta equal to 90 degree.
ഇനി വീണ്ടും അത് നെഗറ്റീവ് സൈഡിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതെപ്പോഴാ തീറ്റയുടെ വാല്യൂ 180 ഡിഗ്രി ആവും. The value become increasing negative till its maximum negative value at theta is equal to 180 degree. At theta is equal to 180 degree. ക്ലിയർ ആയോ പറഞ്ഞത്? അപ്പൊ നമ്മൾ ഇന്ന് ഇപ്പൊ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. എന്താണ് പോളാർ ഡയഗ്രാംസ്? പോളാർ ഡയഗ്രാംസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്പിയറിമോ നമ്മൾ ഒരു ഫംഗ്ഷൻ പ്ലോട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന ഗ്രാഫിനെ പറയുന്നതാണ് പോളാർ ഡയഗ്രാംസ് എന്ന് പറയുന്നത്. റിയൽ ഫംഗ്ഷൻ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്ലോട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പിന്നെ തീറ്റയുടെയും ഫൈയുടെയും ചില വാല്യൂസിനെ ഫംഗ്ഷൻ നമുക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പൊ നമ്മളിപ്പോ cos 90 എടുക്കുന്ന ആ ഭാഗം നോക്ക്. cos 90 വരുമ്പോ √3/4π cos 90 എന്ന് പറയുമ്പോൾ എന്താ? മൊത്തം ഫംഗ്ഷൻ 0 ആയി പോയി. അപ്പൊ അതിനെയാണ് നമ്മൾ പറയുന്നത് നോഡ് എന്ന് പറയുന്നത്. ആ പ്ലെയിന് പറയുന്ന പേരാണ് എന്ത്? നോഡൽ പ്ലെയിൻ എന്ന് പറയുന്നത്. പിന്നെ നോട്ട്സിന്റെ നമ്പർ ഏതിൽ നിന്ന് നമുക്ക് ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും? കോണ്ടന്റ് നമ്പർ Lൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാം. നോഡൽ പ്ലെയിന്റെ ഓറിയന്റേഷൻ ആണ് നമുക്ക് M കോണ്ടന്റ് നമ്പറിൽ നിന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. പിന്നെ ഒറിജിനിൽ നിന്ന് ഒരു പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ YLM θ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത്. പിന്നെ രണ്ടെണ്ണത്തിന്റെ ഗ്രാഫ് പഠിക്കുക. y00 അതിന്റെ വാല്യൂ നമുക്ക് കിട്ടുന്നത് 1/√4π ആണ്. അതെല്ലായിടത്തും കോൺസ്റ്റന്റ് ആണ്. അതിൽ നോഡ്സോ നോഡൽ പ്ലെയിൻസോ ഒന്നും തന്നെ ഇല്ല. √3/4π cos θ y10 എടുക്കുമ്പോ എന്താ? തീറ്റയുടെ വാല്യൂ 0 ആവുമ്പോൾ നമുക്ക് മാക്സിമം കിട്ടും മുകളില്. പിന്നെ തീറ്റ ഇൻക്രീസ് ചെയ്യുന്നതോറും തീറ്റയുടെ എന്താ ഈ ഫംഗ്ഷൻ കുറഞ്ഞു വരും. 90 ആവുമ്പോൾ 0 ആവും. അപ്പോഴാണ് നോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് വീണ്ടും നെഗറ്റീവ് ഡിറക്ഷനിൽ അത് മൂവ് ചെയ്യും. അതെന്തുകൊണ്ടാ? തീറ്റയുടെ വാല്യൂ 180 ആവുമ്പോൾ നമുക്ക് മൈനസിലാണ് സൈൻ കിട്ടുന്നത്. അതുകൊണ്ടാണ് താഴോട്ടും ആ പ്ലോട്ട് വരച്ചിരിക്കുന്നത്. ക്ലിയർ ആണോ പറഞ്ഞത്? ക്ലിയർ ആണ് മിസ്.